നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിന് എത്രത്തോളം സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടെന്നും അതുപോലെ തന്നെ എത്രത്തോളം സ്പീഡ് ഉണ്ട് എന്നും ഒരു ആപ്ലിക്കേഷന്റെ സഹായമില്ലാതെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടായിരുന്നു ആ ഒരു വീഡിയോക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ചുരുക്കം ചില ആളുകൾ എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. അതായത് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിനാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ നമ്മൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തിലുള്ള മുഴുവൻ സിം കാർഡുകളും എത്രത്തോളം സ്പീഡ് കൂടുതലുണ്ട് കുറവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സിം തിരഞ്ഞെടുത്താലോ എന്ന് പല ആളുകളും കമന്റിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നിലവിൽ നമ്മൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തിലുള്ള എല്ലാ സിം കാർഡിലും എത്രത്തോളം സ്പീഡ് കൂടുതലുണ്ട് കുറവുണ്ട് എന്നൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് സിമ്മാണ് ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാകും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് താഴെ സ്റ്റാർട്ട് എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. വീണ്ടും കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇത്രയും ആയി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ വീഡിയോ ടെസ്റ്റ് അതുപോലെ തന്നെ സ്പീഡ് ടെസ്റ്റ് ഉണ്ട്. നമുക്ക് സ്പീഡ് ടെസ്റ്റ് ഇവിടെ നോക്കാം. ഞാനിപ്പോൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മൊബൈൽ ഡാറ്റ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ കാണിക്കും, എല്ലാം ഒന്ന് തന്നെയാണ്. സ്പീഡ് ടെസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് സ്പീഡ്, അപ്ലോഡ് സ്പീഡ്, ലാറ്റൻസി അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിലവിൽ ഉപയോഗിക്കുന്ന സിം കാർഡിന് ഇതാ ഇപ്പോൾ ഡൗൺലോഡ് സ്പീഡ് ഇവിടെ 31.3 കാണിക്കുന്നുണ്ട്, അപ്ലോഡ് സ്പീഡ് 2.9 കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഡൗൺലോഡ് സ്പീഡ്, അപ്ലോഡ് സ്പീഡ്, ലാറ്റൻസി. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ രണ്ടാമത്തെ ടാബ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ഭാഗത്ത് ഏതിനാണ് സ്പീഡ് കൂടുതൽ, അതായത് 5G ആണോ 4G ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ 5G ആണ് 100% കാണിക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്ത് ഏതൊക്കെ ടവറുകളാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സിം കാർഡ്, അതായത് നിങ്ങളുടെ മൊബൈൽ ഈ സിം കാർഡ് വേണമെന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ എയർടെൽ ചെക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ബാക്ക് വരുമ്പോൾ കണ്ടോ ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്നതൊക്കെ എയർടെലിൻ്റെ പരിസരത്തുള്ള ടവറുകളാണ്. വീണ്ടും അവിടെ ടച്ച് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ജിയോ ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമുക്കിവിടെ ആ ഒരു ഗ്രീൻ കളറിൽ കാണുന്നതൊക്കെ ഈ പരിസരത്തുള്ള ടവറുകളാണ്. ജസ്റ്റ് ഒന്ന് ബാക്ക് വരണം. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആ ഒരു ഭാഗത്ത് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളൊന്ന് തിരഞ്ഞെടുത്ത് നോക്കൂ. അങ്ങനെ തിരഞ്ഞെടുക്കും, ബാക്ക് വന്നിട്ട് തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ആവുകയുള്ളൂ. കണ്ടോ, എയർടെൽ, BSNL, ജിയോ, VI എൻ്റെ രാജ്യത്തുള്ള എല്ലാ സിം കാർഡും ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് ഇവിടെ ജിയോക്കാണ്. കണ്ടോ, 120.95 ആണ് ഡൗൺലോഡ് സ്പീഡ്, അതുപോലെ തന്നെ 7.79 ആണ് അപ്ലോഡ് സ്പീഡ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് സിം കാർഡാണ് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളതെന്ന്. അതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ കുറവ് ഇവിടെ 5.43 ആണ് BSNL. ഓക്കെ, ഇനി ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഏറ്റവും കൂടുതൽ റേഞ്ച് കൂടുതലുള്ളത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ജിയോക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ടവർ റേഞ്ചും നമുക്ക് കിട്ടുന്നത്. ഏറ്റവും കുറഞ്ഞത് ഇവിടെ BSNL ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ നിന്നും എൻ്റെ മൊബൈൽ ഈ സിം കാർഡ് വേണമെന്നില്ല, പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടി നമുക്ക് മുൻകൂട്ടി ഏത് സിം കാർഡിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് കൂടുതൽ, ഏറ്റവും കൂടുതൽ റേഞ്ച് കൂടുതൽ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏത് സിം കാർഡാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് എന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.